ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സാൻഡ്വിച്ചുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രെഡ് ഫിംഗർ റോൾ സാൻഡ്വിച്ച്. ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ സാൻഡ്വിച്ചാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ പിന്നെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ചിക്കനേക്കാൾ കുറവിട്ടാ എടുത്തിട്ടുള്ളൂ. 2 ഫിംഗർ റോൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ തന്തൂരി മസാല പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾക്കൊന്ന് പിന്നെ അത് മിക്സ് ആക്കിയിട്ട് സൈഡിലേക്ക് ഒരു അരമണിക്കൂറിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് റെഡിയായി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ക്വാണ്ടിറ്റി കുറവായത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയ ഫ്രൈ പാനിൽ തന്നെ നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പം ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് മക്കളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിക്കട്ടോ. മക്കൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമ്മൾക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേർമയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റും ഒന്നിച്ച് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇതിൽ ക്യാബേജിൻ്റെ മിക്സിൽ കുറച്ച് ക്യാരറ്റും ഉണ്ടാവും, ക്യാരറ്റിൻ്റെ മിക്സിൽ കുറച്ച് ക്യാബേജും ഉണ്ടാവും കേട്ടോ. അത് വലിയ കാര്യമാക്കണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ഇട്ട് കൊടുത്തു, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് മയോനൈസ് വേണം കേട്ടോ. ഇത് നമ്മൾക്കൊന്നെങ്കിലും മയോനൈസ് നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഒരു 3 ടേബിൾ സ്പൂണ് മയോനൈസ് ഇട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസില്ല, ടൊമാറ്റോ കെച്ചപ്പ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടാണ്. വേണമെങ്കിൽ ഒരിത്തിരി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ സവാളയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. സവാള ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ ഉപ്പ് നോക്കുക. ഉപ്പ് നല്ലോണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊതുവേ അതിലൊക്കെ ഉപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ നമ്മൾക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി പേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ മിക്സ് ഇത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഫിംഗർ റോൾ ഇവിടെ എടുത്തിട്ടുണ്ട്, സമൂന് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലൂടെ ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിങ് ഫുള്ളായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, കുട്ടികൾക്ക് ഈസി ആയിട്ട് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അടുത്ത് ചീസ് ഉണ്ടെങ്കിൽ മാത്രം ഈ മൊസറല്ല ചീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ചീസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ചീസ് വെച്ച് കൊടുത്തു. പിന്നെ ലെറ്റസ് ചെറിയ രീതിയിൽ അതും ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. കുറച്ച് വീഡിയോയിൽ കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും പിന്നെ പ്രത്യേക ഒരു രസമല്ല, കാണാൻ ഒരു ലുക്കും ആയിരിക്കും, തിന്നുമ്പം ഒരു പ്രത്യേക ഒരു ലുക്കും ആയിരിക്കും എന്ന് കരുതിയിട്ട് അതും എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് അതും ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എനിക്കിതൊരു 3 എണ്ണത്തിൽ ഉണ്ടാക്കേണ്ട പാകത്തിലുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് 2 എണ്ണം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, കുറച്ച് മസാലയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ 2 എണ്ണത്തിൽ ഞാനിതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു എഗ്ഗ് നമുക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് മല്ലിയിലയും കൂടി ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് ഒരു ഫ്രൈ പാൻ വെക്കാം. ഒരു വലിയ ഫ്രൈ പാൻ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് വെച്ചത് ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈ പാത്രത്തിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെക്കുമ്പോൾ നല്ല വീതിയും വിസ്താരമുള്ള ഫ്രൈ പാനിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഞാനത് ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വെച്ചതിന് ശേഷമാണ് ഇത് ചിന്തിച്ചത്, ചെറുതായി പോയല്ലോ എൻ്റെ ഫ്രൈ പാനിന്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി പിന്നെ ഒരു 1/4 കഷ്ണം ബട്ടറോ അല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ ഗീയിലും ഉണ്ടാക്കാം കേട്ടോ. ഗീയോ
ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൊത്തത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കി വെച്ച ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രൈ പാൻ കണ്ടാൽ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടാണുള്ളത്. ഇത് അങ്ങോട്ട് എങ്ങനെയാണ് ഇത് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഭയങ്കര ടാസ്ക്കായിരുന്നു എനിക്കത്. അപ്പോൾ നമുക്കിത് ഒന്നായിക്കിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കുക. കാരണം ബട്ടർ ആയതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കണം. മറ്റേ ഗീയൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ബട്ടറാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടിഭാഗമില്ല, രസം ഉണ്ടാവില്ല കരിഞ്ഞു പോയാൽ. ഓക്കെ, അപ്പം ഞാൻ കണ്ടില്ലേ പാട് വിടുന്നത്, അതുപോലെ അതുകൊണ്ട് വലിയ ഫ്രൈ പാൻ വെച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗവും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് സിമ്പിളായിട്ടുള്ള സാൻഡ്വിച്ചാണ്, അടിപൊളി ടേസ്റ്റാണ്, ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ, അതിൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇത്തിരി മല്ലിയിലയും ഇടാം, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും കൂടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫിംഗർ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.